ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെർഫ്യൂമിനെ കുറിച്ചിട്ടുള്ള പ്രധാനമായ ഒരു കാര്യം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ പെർഫ്യൂം എന്തുകൊണ്ട് ലാസ്റ്റ് ചെയ്യുന്നില്ല, ഇതിനെ കുറിച്ചിട്ടുള്ള ഓരോ വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. എന്തുകൊണ്ടാണ് പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാത്തത്? ഇതിന് സുപ്രധാനമായ 3 കാരണങ്ങളാണ്. ഒന്ന്, പെർഫ്യൂമിന്റെ അടിസ്ഥാന ഘടകമായ ബേസ് നോട്ട് ആണ് ഇതിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പെർഫ്യൂമിൽ ബേസ് നോട്ട് കുറവാണെങ്കിൽ അല്ലെങ്കിൽ ബേസ് നോട്ട് ഇല്ല എങ്കിൽ ഒരിക്കലും പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാറില്ല. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതും കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ബേസ് നോട്ട്. ബേസ് നോട്ട് ഇല്ലാത്ത പെർഫ്യൂം വാങ്ങിച്ചാൽ ഒരിക്കലും നമുക്ക് പെർഫ്യൂം ലാസ്റ്റ് ചെയ്ത് കിട്ടണമെന്നില്ല. അടുത്തതായി, ഉയർന്ന ചൂടുള്ള കാലാവസ്ഥ. ഇത്തരത്തിലുള്ള കാലാവസ്ഥയിൽ പെർഫ്യൂം നിലനിൽക്കാൻ കുറച്ച് പ്രയാസമാണ്. തണുത്ത കാലാവസ്ഥയിൽ നമ്മുടെ പെർഫ്യൂം കുറഞ്ഞ മൂല്യമുള്ളതാണെങ്കിലും അത് ലാസ്റ്റ് ചെയ്തെന്ന് കോരാം. എന്നാൽ ഉയർന്ന ചൂടുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പെർഫ്യൂം കുറച്ച് വില കൂടുതലാണെങ്കിലും ലാസ്റ്റ് ചെയ്യുന്നത് വളരെ കുറച്ചായിരിക്കും. പിന്നെ പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള വരണ്ട സ്കിൻ ആണ്. നമ്മുടെ ശരീരത്തിലുള്ള സ്കിൻ, തൊലി, അത് വരണ്ടതാണെങ്കിൽ പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടും. നേരെ മറിച്ച് ശരീരത്തിന്റെ തൊലികൾ മോയ്സ്ചർ ഉള്ളതാണെങ്കിൽ അത് നമ്മളുടെ പെർഫ്യൂം നമ്മളിലേക്ക് കൂടുതൽ ലാസ്റ്റ് ചെയ്തെന്നായിരിക്കും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മളിൽ നിന്നും മാറിയാൽ, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നമ്മളുടെ പെർഫ്യൂം ലാസ്റ്റ് ചെയ്തെന്ന് വരാം. എന്തുകൊണ്ടാണ് പെർഫ്യൂം ലാസ്റ്റ് ചെയ്യാത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയെങ്കിലും നിങ്ങൾ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനിയും നല്ലൊരു അറിവുമായി നിങ്ങളിലേക്ക് ഞാൻ വരുന്നതാണ്. അത്തരം നല്ല നല്ല പെർഫ്യൂമിനെ കുറിച്ചുള്ള അറിവുകൾക്ക് വേണ്ടി എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങളിലേക്ക് പരമാവധി നല്ല നല്ല വീഡിയോസുകളുമായി വരുന്നതാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ കാത്തിരിക്കാം. ബൈ.